ഹലോ, ഗുഡ് മോർണിംഗ്, സുപ്രഭാതം പ്രിയപ്പെട്ട പ്രേക്ഷകരെ. അങ്ങനെ നമ്മൾ കേരളത്തിന്റെ തെക്കേ മുനമ്പിലാണ്. വിഴിഞ്ഞത്ത് നിന്നും നമ്മൾ ഇന്ന് വീണ്ടും മറ്റൊരു യാത്ര തുടങ്ങുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എന്റെ പിന്നിൽ വിഴിഞ്ഞത്തെ കണ്ടെയ്നർ ടെർമിനൽ കാണാം. ഈ വിഴിഞ്ഞം പോർട്ട് നമുക്ക് ഏറെ അഭിമാനകരമായ ഒരു പ്രോജക്റ്റായി മാറുകയാണ്. ഓരോ ദിവസവും കണക്കുകൾ ഇങ്ങനെ പുതുതായി വന്നുകൊണ്ടിരിക്കുന്നു. ഇനി നമ്മുടെ മുന്നിൽ രണ്ട് പോർട്ടുകൾ മാത്രമേ ഉള്ളൂ. ഒന്ന് ഗുജറാത്തിലെ മുന്ദ്ര പോർട്ടും പിന്നൊന്ന് മഹാരാഷ്ട്രയിലെ ജവഹർലാൽ നെഹ്റു പോർട്ടും. എത്തുന്ന കണ്ടെയ്നറുകളുടെ കാര്യത്തിൽ, എത്തുന്ന ഷിപ്പുകളുടെ കാര്യത്തിൽ ഇന്നിപ്പോൾ ഈ രണ്ട് തുറമുഖങ്ങൾക്കും തൊട്ടുപിന്നിൽ നമ്മളുണ്ട്. അടുത്ത വർഷമാകുമ്പോഴേക്കും നമ്മൾ ഈ രണ്ട് തുറമുഖങ്ങളെയും മറികടക്കും. അങ്ങനെ തെക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ പോർട്ടുകളിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് ചരക്ക് നീക്കത്തിൽ ഈ വിഴിഞ്ഞം പോർട്ട്. നമ്മളിവിടെ എത്തിയിരിക്കുന്നത് വിഴിഞ്ഞത്തിന്റെ കാര്യം മാത്രം പറയാനല്ല. വിഴിഞ്ഞത്ത് നിന്നും നമ്മൾ ഇന്നൊരു യാത്ര തുടങ്ങുന്നു. നമ്മൾ നേരത്തെ മഞ്ചേരിയിൽ നിന്ന് കോഴിക്കോട് ആരംഭിച്ച യാത്രയുടെ രണ്ടാം പാദം. ലഹരിയും വേണ്ട ലഹളയും വേണ്ട എന്ന മുദ്രാവാക്യവുമായി റിപ്പോർട്ടറിന്റെ വാർ എഗെയിൻസ്റ്റ് ഡ്രഗ്സ് ക്യാമ്പയിൻ തുടരുകയാണ്. നമ്മുടെ വീട്ടിലെ സമാധാനത്തെ, നാടിന്റെ സ്വസ്ഥത്തെ കെടുത്തുന്ന ലഹരി എന്ന മഹാവിപത്തിനെതിരെ റിപ്പോർട്ടർ TV പ്രഖ്യാപിച്ച തുറന്ന യുദ്ധം പൊതുജനവും രാഷ്ട്രീയ സമൂഹവും മറ്റു മാധ്യമങ്ങളും പൌരസമൂഹവും മത ജാതി വിഭാഗങ്ങളിൽപ്പെട്ട സംഘടനകളും എല്ലാവരും ഒരുമിച്ചൊറ്റ മനസ്സോടുകൂടി ഏറ്റെടുക്കുകയാണ്. ചിലർക്ക് ജീവിതമാണ് ലഹരി, ചിലർക്ക് കായികമാണ് ലഹരി, ചിലർക്ക് കലയാണ് ലഹരി, ചിലർക്ക് മതവും ആത്മീയതയുമാണ് ലഹരി. അങ്ങനെ ജീവിതത്തെ നമുക്ക് കൃത്രിമമായ ലഹരിയുടെ നിറങ്ങളിൽ ചാലിക്കേണ്ടതല്ലെന്നും ജീവിതത്തിന്റെ യഥാർത്ഥ നിറവും ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യവും കണ്ടെത്താൻ റിപ്പോർട്ടർ TV പ്രിയപ്പെട്ട പ്രേക്ഷകർക്കൊപ്പം ചേരുകയാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും ഈ യുദ്ധത്തിൽ അണിചേരാൻ പോരാളികളായി, യോദ്ധാക്കളായി ഞങ്ങൾ ക്ഷണിക്കുന്നു. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരു നല്ല പ്രഭാതം ആശംസിച്ചുകൊണ്ട് നമ്മൾ തുടങ്ങുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്നത്തെ ദിവസം മാർച്ച് മാസം 14-ാം തീയതി, കുംഭമാസം 30-ാം തീയതി, റമദാൻ മാസം 13-ാം തീയതിയാണ്. പുണ്യമാസത്തിൽ നമ്മൾ ഈ യാത്ര തുടങ്ങി. മഞ്ചേരിയിൽ നിന്ന് കോഴിക്കോട്ടേക്കുള്ള യാത്രയുടെ രണ്ടാം ഘട്ടമാണ്. നല്ല തണുത്ത പ്രഭാതമാണ്. ഇവിടെ നിൽക്കുന്ന സമയത്ത് വലിയ പോസിറ്റീവ് എനർജിയുണ്ട്. ഞാൻ നേരത്തെ ഈ ഷിപ്പിനെ കുറിച്ച് പറഞ്ഞതുപോലെ ജീവിതം പലപ്പോഴും ഒരു വലിയ കപ്പൽ യാത്രയാണ് എന്ന് തോന്നാറുണ്ട്. അതിൽ കാറും കോളും തിരമാലകളും ഒക്കെ ഉണ്ടാവാം. ചിലപ്പോൾ നമ്മൾ കാണുന്ന ചെറിയ ചെറിയ മുനമ്പുകൾ നമ്മൾ കരുതും അതിനെ മറികടന്നു പോകാം. പക്ഷെ അതിന് താഴെ വലിയ മഹാപർവ്വതങ്ങൾ ഉണ്ടാവും. നമ്മളതിനെ സാധാരണ പറയാറുള്ളത് മഞ്ഞിന്റെ പാളി എന്നൊക്കെ നമ്മൾ പറയും, അല്ലേ? അതെല്ലാം തിരമാലകളുടെ മുകളിൽ ചെറുതെന്ന് കരുതിയാലും വലിയ വലിയ പ്രശ്നങ്ങൾ താഴെയുണ്ടാവും. പക്ഷെ അതിനെയൊക്കെ നേരിടാൻ കഴിയുന്ന ഒരു കപ്പിത്താനായി നിങ്ങളുടെ മനസ്സ് മാറണം. ഏത് പ്രതികൂല കാലാവസ്ഥയും നേരിടാനും അതിജീവിക്കാനും കഴിയുന്ന രീതിയിൽ സൃഷ്ടിച്ചെടുത്തിരിക്കുന്ന ഒരു കപ്പലിന്റെ മാതൃകയാണ് മനുഷ്യനെന്ന് പറയാറുണ്ട്. മുന്നോട്ട് തന്നെ ആവണം. എപ്പോഴും നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ, നിങ്ങൾക്ക് പറക്കാൻ കഴിയില്ലെങ്കിൽ ഓടാൻ കഴിയണം. ഇനി നിങ്ങൾക്ക് ഓടാൻ ശേഷിയില്ലെങ്കിലോ നിങ്ങൾക്ക് നടക്കാൻ കഴിയണം. നടക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിലോ നിങ്ങൾക്ക് ഇഴയാൻ കഴിയണം. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഉറപ്പിക്കണം, കപ്പൽ പോകും പോലെ മുന്നോട്ടു തന്നെ നിങ്ങൾ പോകണം. അത് ഇഴഞ്ഞാവട്ടെ, നടന്നാവട്ടെ, ഓടിയാവട്ടെ, പറന്നാവട്ടെ. ആ മുന്നോട്ടുള്ള യാത്രയിൽ ലഹരി നമുക്ക് ഒരു കെണിയാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഈ പുണ്യമാസത്തിൽ യാത്ര തുടങ്ങുന്നു. വിഴിഞ്ഞത്തു നിന്നും എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ആരംഭിക്കുന്നു വിഴിഞ്ഞത്തു നിന്നും റിപ്പോർട്ടർ വാർ എഗെയിൻസ്റ്റ് ഡ്രഗ്സ്. ലഹരിയും വേണ്ട, ലഹളയും വേണ്ട. വെൽക്കം. വിത്ത് അരുൺ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കഴിഞ്ഞ മാർച്ച് മാസം 7-ാം തീയതി, അതായത് കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പാണ്, കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഈ കണ്ടെയ്നർ ടെർമിനൽ ഈ പോർട്ടിൽ 200-ാമത്തെ കപ്പൽ വന്നത്. ജൂലൈ മാസത്തിൽ തുടങ്ങിയ യാത്രയാണ്. വളരെ പെട്ടെന്ന് കപ്പലുകൾ എത്തുന്നു. ഒരു ബുദ്ധിമുട്ടും പ്രശ്നവുമില്ലാതെ ചരക്കുകൾ നീങ്ങിപ്പോകുന്നു. കൂടുതൽ ചരക്കുകൾ ഇറക്കിയ തുറമുഖം എന്ന് കുറഞ്ഞ നാളുകൾക്കുള്ളിൽ തന്നെ ഖ്യാതി നമ്മുടെ വിഴിഞ്ഞം പോർട്ടിന് നേടാൻ സാധിക്കുന്നു. ചെന്നൈ മറികടന്നാണ് കേരളം ആ ഒന്നാമത്തെ പദവിയിലേക്ക് എത്തിയത്. ഇനി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗുജറാത്തിലെ മുംബൈ പോർട്ട്, അത് കഴിഞ്ഞാൽ പിന്നെ മഹാരാഷ്ട്രയിലെ ജവഹർലാൽ നെഹ്റു പോർട്ട്, ഇത് മാത്രമാണ് ഇനി നമ്മുടെ മുന്നിലുള്ളത്. രാവിലെ മുതൽ തന്നെ തൊഴിലാളികളൊക്കെ അവരവരുടെ ജോലികൾ ആരംഭിക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് ഷിപ്പിന്റെ ജോലി, ഒരു ഭാഗത്ത് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ വിഴിഞ്ഞത്ത് ഇന്നിപ്പോൾ ആരും കാര്യമായിട്ട് കടലിൽ പോകുന്നില്ല. ഒന്ന് നോമ്പ് മാസമാണ്,
രണ്ടാമത്തെ കാര്യം ഇന്ന് വെള്ളിയാഴ്ചയാണ്. അപ്പോൾ എനിക്ക് ചുറ്റും ഒരുപാട് ആളുകൾ എത്തി നിൽക്കുന്നുണ്ട്. നമുക്ക് അവരുമായിട്ടൊക്കെ സംസാരിക്കേണ്ടതുണ്ട്. നമ്മളുടെ ഈ ലഹരി ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് ലഹരി വിരുദ്ധ ക്യാമ്പയിൻ തുടങ്ങിയ സമയത്ത് നമ്മൾ സംസാരിക്കുന്ന ഓരോ മനുഷ്യരും നമ്മളോട് വളരെ പോസിറ്റീവായിട്ടാണ് പ്രതികരിക്കുന്നത്. ഒപ്പം റിപ്പോർട്ടർ ടിവിയുടെ നമ്മളുടെ തിരുവനന്തപുരത്തെ വാർത്താ സംഘമുണ്ട്. റോഷി ആൻഡ് പ്രസാദ്, വെരി ഗുഡ് മോർണിംഗ്. റഹീസ്, ഗുഡ് മോർണിംഗ്. ആദിൽ പാലോട്ട്, ഗുഡ് മോർണിംഗ്. ഇനിയുണ്ടല്ലോ റിനു ശ്രീധർ, വെരി ഗുഡ് മോർണിംഗ്. അപ്പോ നമ്മളുടെ വാർത്താ സംഘവും പ്രിയപ്പെട്ട പ്രേക്ഷകർക്കൊപ്പം തയ്യാറായി കഴിഞ്ഞു. ഉഷാറല്ലേ പ്രസാദ്? ഉഷാർ, ഡബിൾ ഉഷാറാണ്. ഇവർ രാവിലെ ഈ ഒരു സമയത്ത് ഒരുപാട് ആളുകൾ ഈ മുദ്രാവാക്യം ഏറ്റെടുത്തുകൊണ്ട് തന്നെ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ തുറമുഖത്തിന്റെ മുമ്പ് ഇങ്ങനെ പരിപാടി അവതരിപ്പിക്കാൻ കഴിയുക എന്ന് പറയുന്ന ചെറിയ കാര്യം ഭയങ്കര രസമുള്ളൊരു കാഴ്ചയാണ് അല്ലേ? അവിടുന്ന് ദൂരെ നിന്ന് വരുമ്പോൾ തന്നെ ഇതിന്റെ ലൈറ്റൊക്കെ കാണുമ്പോൾ ഒരു മനസ്സിനൊരു അഭിമാനമാണ്, പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് അല്ലേ? നല്ല ഗംഭീരമായ ഒരു സ്ഥലമാണ് അല്ലേ? മൊത്തം പ്രത്യേകത അടുത്ത 2-3 ഘട്ടത്തിന്റെ പണി ദിവസങ്ങൾക്കകം തുടങ്ങും. അത് കടൽ നികത്തി 77 ഹെക്ടർ എടുക്കാനുള്ള തീരുമാനമുണ്ട്. എന്ന് വെച്ചാൽ വളരെ പെട്ടെന്ന് പണി നടക്കണം. അതിന്റെ ഒരു പോസിറ്റിവിറ്റി നമുക്കുണ്ട്. അതെ, ആ പോസിറ്റീവ് എനർജി ഭയങ്കര രസമല്ലേ റഹീസെ? ഇങ്ങനെ ഒരു പ്രശ്നവും ഇല്ല എന്നുള്ളതാണ്. നമ്മൾ എനിക്ക് തോന്നുന്നു ആ കപ്പലൊക്കെ വന്നു പോയതിനു ശേഷം പിന്നെ റിപ്പോർട്ട് ചെയ്തത് ഏറ്റവും കൂടുതൽ കണ്ടെയ്നറുകൾ വന്ന, ഏറ്റവും കൂടുതൽ ചരക്ക് നീക്കം നടന്ന തുറമുഖമായി മാറിയെന്ന പോസിറ്റീവ് വാർത്തയാണ്. തെക്ക് കിഴക്കൻ മേഖലയിൽ, ഇന്ത്യയിലെ തെക്ക് കിഴക്കൻ മേഖലയിലെ 15 തുറമുഖങ്ങളിൽ 1ാം സ്ഥാനം ചരക്ക് നീക്കത്തിൽ. വളരെ ചെറിയ സമയം ചെന്നൈ നമ്മൾ മറികടന്നു. വിശാഖപട്ടണം അടക്കമുള്ള. ഇന്നലെ ഞാൻ റോഷേട്ടനും വിഴിഞ്ഞം MD കണ്ടപ്പം അവര് പറയുന്നത് ഇനി അടുത്ത മാസങ്ങളിൽ ഞെട്ടുന്ന തരത്തിലുള്ള ഒരു വികസനമായിരിക്കും ഇവിടെ നടക്കുക. 2026 നിങ്ങൾ അപ്രതീക്ഷിതമായ പല കാര്യങ്ങളും ഇവിടെ കാണാൻ പറ്റും. അതായത് അങ്ങനത്തെ സസ്പെൻസ് വെച്ചുള്ള വലിയ വികസന പദ്ധതികൾ വരാൻ വന്നു. ഞാൻ വേഗത്തിൽ പണികൾ പൂർത്തിയാക്കാൻ ചില വർക്കുകൾ അദാനി ഗ്രൂപ്പ് തന്നെ ഏറ്റെടുത്തു എന്നാണ് പറഞ്ഞത്. കണക്ടിവിറ്റിയാണ്. കണക്ടിവിറ്റി ഒന്നാമത് റിംഗ് റോഡിന്റെ പണി എവിടെ എത്തിയില്ല. ഇപ്പോഴും ഈ ചരക്ക് പുറത്തേക്ക് പോകേണ്ടത്, അതായത് റോഡിലൂടെ പോകേണ്ടത് നമ്മുടെ നിലവിലുള്ള റോഡിലൂടെയാണ് എന്നുള്ളതാണ്. ചെറിയ റോഡാ അല്ലേ? അത് ആ റോഡ് മാറ്റാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമായിട്ടുണ്ട്. 10 കോടി രൂപ ചിലവഴിച്ച്. പക്ഷെ ആ ഉണ്ടാക്കുന്ന റോഡ് ഇത് പൂർത്തിയാകുന്ന സമയത്ത് അത് അനാവശ്യമാവും. അത് മറ്റൊരു റോഡ് വരും. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മളുടെ യാത്ര തുടങ്ങുന്നതിന് റിനു എങ്ങനെയുണ്ടായിരുന്നു ഇന്നലത്തെ പൊങ്കാലയൊക്കെ? അടിപൊളിയായിരുന്നു, ഗംഭീരായിരുന്നു. തെരളിയൊക്കെ കഴിച്ചിങ്ങനെ ഉഷാറായി നിൽക്കുന്നു. ഇപ്പോഴും ആ ഒരു കെട്ട് വിട്ടിട്ടില്ല, തെരളിയുടെ കെട്ട്. അല്ല, ഈ കുറച്ചു ദിവസം കൊണ്ട് ഉറക്കമില്ലല്ലോ, ഇതുമായി ബന്ധപ്പെട്ട് പുലർച്ചെ എണീക്കുകയല്ലേ, അപ്പൊ അതിന്റെ ചില ബുദ്ധിമുട്ടുകൾ മുഖത്തുണ്ട്. അഫാന്റെ പിന്നാലെയായിരുന്നു അല്ലേ? വീണ്ടും മൂന്നാമത് കസ്റ്റഡി വാങ്ങുന്നുണ്ടോ? ഓക്കെ. പുള്ളിക്ക് ഒരു കൂസലുമില്ലെന്ന് തോന്നുന്നു. ഒരു കൂസലുമില്ല. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾക്കൊപ്പം ഒരുപാട് പേര് എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്ക് ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്തകളൊക്കെ ഒന്ന് കേൾക്കണം. എല്ലാവരുമായിട്ട് നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്. ഇവരുടെ മധ്യത്തിൽ നിന്നുള്ള പ്രതിജ്ഞയുമായിട്ടാണ് നമ്മളുടെ യാത്ര ആരംഭിക്കുന്നത്. വിഴിഞ്ഞത്ത് മുനമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ സ്ഥലത്തിന് പ്രത്യേകിച്ച് പേരെന്തെങ്കിലും ഉണ്ടോ? മോർണിംഗ്. ഞാൻ വിഴിഞ്ഞം തെക്കും ഭാഗമാണ് ജമാഅത്തിന്റെ പ്രസിഡന്റാണ്. ഞങ്ങൾ ചീഫ് ഇമാം. ഇമാമിന്റെ പേര് അബ്ദുൽ ഹക്കീം, സയ്യിദ് അബ്ദുൽ ഹക്കീം തങ്ങൾ. എവിടെയാ? സ്വദേശം എവിടെയാ? പട്ടാമ്പിയാണ്. അവിടെ പട്ടാമ്പി, പാലക്കാട് പട്ടാമ്പി. ഓക്കെ. ഇവിടുത്തെ കൗൺസിലറാണ്. അതായത് കേരളത്തിലെ ഏറ്റവും സമ്പന്നമായ ഒരു വാർഡിന്റെ കൗൺസിലറാണ് നിൽക്കുന്നത്. അതാ നോക്കി വെച്ചോണം. അദാനി കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും സമ്പന്നമായ, രാഷ്ട്രീയമായും സാമ്പത്തികമായിട്ടും ഏറ്റവും സമ്പന്നമായ ഒരു പ്രദേശത്തിന്റെ കൗൺസിലർ നിൽക്കാൻ പോകുന്നത്. ഞങ്ങൾക്കൊരു നന്ദി പറയാനുള്ളത്, ഈ പ്രോഗ്രാം നടത്താൻ വേണ്ടി ഇത് ആത്മാർത്ഥമായിട്ട് ഈ രാജ്യത്തെ ലഹരി വിരുദ്ധ പ്രവർത്തനത്തിന് വേണ്ടി മുൻകൈയെടുത്ത റിപ്പോർട്ട് ചാനലില് ആദ്യമായിട്ടും നന്ദി അറിയാം. താങ്ക് യു. ഞങ്ങൾക്കൊപ്പം ഞങ്ങൾ ഒരു വാക്ക് പറഞ്ഞപ്പോൾ തന്നെ ഇവിടെയാണ് വരേണ്ടത് എന്നാണ് പറഞ്ഞത്. നമ്മുടെ സുധിയും ടീമും ഒക്കെ, റോഷിയും TV പ്രസാദും ഒക്കെ ഇവിടെ വന്ന് സംസാരിക്കുന്ന സമയത്ത് ഇവിടെ നമുക്കൊപ്പം ഫാദറും ഉണ്ട്. ഞാനൊന്ന് ഫാദറെ കൊണ്ട് ഫാദർ, ഞാൻ പേരൊന്ന് ഫാദർ നിക്കോളാസ് നമുക്കൊപ്പം ഉണ്ട്. ഒപ്പം ഇമാമും നമുക്കൊപ്പം ഉണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, വിഴിഞ്ഞത്ത് നിന്ന് ഒരു സാംസ്കാരിക കേരളത്തിന്റെ, ഒരു മതേതര കേരളത്തിന്റെ കൂട്ടായ്മയാണ് ഒരുമിച്ച് ഒരു ശത്രുവിനെതിരെ പോരാടാൻ പോകുന്നത്. ഫാദർ സുഖമാണല്ലോ? ആണ്. രാവിലെ പ്രാർത്ഥന എപ്പോ കഴിയും? നമ്മുടെ ഇന്നിപ്പോ 6:45 കഴിയും. ഇന്നിപ്പോ വെള്ളിയാഴ്ചയാണ് അല്ലേ? എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ ഒരു ജീവിതമൊക്കെ? ജീവിതമൊക്കെ സാമാന്യം കുഴപ്പമില്ലാതെ പോകുന്നു. ലഹളക്കെതിരെയുള്ള പ്രത്യേകിച്ച് നിങ്ങളുടെ റിപ്പോർട്ടർ ചാനലിന്റെ സേവനം വളരെ പ്രധാനമാണ്. ജനശ്രദ്ധ ആകർഷിക്കുന്നുണ്ട്. ഇതിനെതിരെ ഒരു അവയർനെസ്, ഒരു ബോധവൽക്കരണം നടക്കുകയാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഇതിന് ലഹള എന്തുകൊണ്ടുണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ അതിനുമായിട്ട് ബന്ധപ്പെട്ട പല കാരണങ്ങളുണ്ടാകും. ഒന്നെനിക്ക് തോന്നുന്നത് തൊഴിലില്ലായ്മ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. 2, ഒരു ആർഭാട ജീവിതം, എങ്ങനെയും പണം ഉണ്ടാക്കണം. അപ്പൊ ഇതൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഗവൺമെന്റ്
അവരുടെ മെഷീനറി ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇതിന്റെ ഉറവിടങ്ങൾ ശ്രദ്ധിക്കുകയും അതുപോലെ തന്നെ ഇത് വിതരണ ശൃംഖലകളുണ്ട്, ആ ശൃംഖലകൾ വളരെ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യുകയും ചെയ്യേണ്ടതാണ്. അവർ ശ്രമിക്കുന്നുണ്ട്, സംശയമില്ല. പക്ഷെ ഇങ്ങനെയുള്ള ഒരു അവസ്ഥ, ഇതൊരു മരണ സംസ്കാരത്തിലേക്ക് നമ്മുടെ കേരളം പൊയ്ക്കൊണ്ടിരിക്കും. ആ വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ജീവിത സംസ്കാരത്തിൽ നിന്ന് മരണ സംസ്കാരത്തിലേക്ക് സാവധാനം നമ്മളെ തള്ളിവിട്ടുകൊണ്ടിരിക്കുന്ന സാമൂഹിക അർബുദമാണ് ഈ ഒരു പ്രത്യേകതയുണ്ട്. അതായത് ഇവിടെ രണ്ടു പേരും ചേർന്ന് ഇവിടെ ഒരു പ്രതിരോധ സേന ഉണ്ടാക്കി ലഹരിക്കെതിരായിട്ട്. എന്നുവെച്ചാൽ ഇപ്പം ഫാദർ പറയുന്നത് അനുഭവത്തിൽ നിന്നാണ്, കൃത്യമായി പഠിച്ചു എങ്ങനെയാണ് ലഹരിന്റെ വരവ്, ഉപയോഗം എങ്ങനെയാണ്. ഈ പ്രദേശത്തെ മോചിപ്പിക്കാൻ വേണ്ടി ഇവരൊന്നിച്ച് പോലീസുമായിട്ടൊക്കെ ചേർന്ന് വലിയൊരു സംവിധാനം നമ്മൾ നേരത്തെ വാർത്തയൊക്കെ കൊടുത്തിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു കൂട്ടായ്മ കൂടി, അതായത് ഏതൊരു നാട്ടിലും പോലീസും എക്സൈസും മാത്രം വിചാരിച്ചാൽ ലഹരിയോ ഈ പറയുന്ന കുറ്റകൃത്യങ്ങളോ കുറയ്ക്കാൻ കഴിയില്ല. ആ നാടിന്റെ പൗരസമൂഹം ഒരുമിച്ച് നിൽക്കണം. വിഴിഞ്ഞത്തിന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് വിഴിഞ്ഞത്തെ പള്ളിയും അത് രണ്ടു പള്ളികളും രണ്ടു മതവിഭാഗങ്ങളുമാണ്. അതിന് നേതൃത്വം നൽകുന്നവർ തന്നെ മുന്നിട്ടിറങ്ങുകയാണ് ഈ വലിയ വിപത്തിനെതിരെ. ഇപ്പോ മരണ സംസ്കാരം എന്ന് ഫാദർ പറഞ്ഞു. എനിക്ക് തോന്നുന്നു അത് തന്നെയായിരിക്കും ഇമാമിനും പറയാനുണ്ടാവുക. എനിക്കറിയേണ്ടത് ഈ ലഹരിക്കൊപ്പം ലഹളയും കൂടുന്നുണ്ട്. തീർച്ചയായും അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം കുട്ടികളടക്കം ഇതിൽ അടിമപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ കുടുംബം അതേപോലെ തന്നെ മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും തകരുകയാണ്. ഇപ്പൊ വെഞ്ഞാറമൂട് നടന്ന കൊലപാതകം ഇതിന്റെ പിറകിൽ ലഹരി തന്നെയാണ്. അതുകൊണ്ട് ഇത് തീർച്ചയായും ഈ റിപ്പോർട്ടർ ചാനൽ ലഹരിയും വേണ്ട ലഹളയും വേണ്ട എന്ന മുദ്രാവാക്യം പിടിച്ച് ഇത് കേരളത്തിലുടനീളം നടത്തുന്ന ഈ സമരം ഇത് വൻ വിജയമാകുമെന്ന് തന്നെയാണ് നമുക്ക് ഉറപ്പുള്ളത്. ഇത് വലിയ മതസൗഹാർദ്ദത്തിന്റെ ഒരു ഇടം കൂടിയാണ്. അവിടെ നിന്നാണ് നിങ്ങൾ തുടക്കം കുറിച്ചിട്ടുള്ളത്. എല്ലാവിധ ഭാവങ്ങളും നേരുകയാണ്. തീർച്ചയായും കേരളത്തിന് ഈ MDMA അടക്കമുള്ള ലഹരി പദാർത്ഥങ്ങൾ തുടച്ചു നീക്കാൻ നമുക്ക് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവാം എന്ന് പ്രാർത്ഥിക്കുകയാണ്. അല്ല, അതായത് ഒരു ഒരു രണ്ടാഴ്ച ആവും. നമ്മള് കഴിഞ്ഞ റംസാനിന് മുമ്പ് ഒരു മാസത്തോളം ആവുന്നുണ്ട്. അത് നമ്മളെ വിഴിഞ്ഞ CA ഞങ്ങളെ വിളിക്കുന്നത്. അത് വേറെ ഒരു ആവശ്യമായിട്ട് ഞങ്ങൾ രണ്ട് ഇടവകയാണ്. അപ്പം ഞങ്ങള് ഒരു ഏകോദര സഹോദരന്മാരെ പോലെ ഞങ്ങളെ കഴിയാണ്. അപ്പൊ ഇവിടെ പല പ്രശ്നങ്ങളും രണ്ട് വിഭാഗത്തിൽപ്പെട്ടവരുണ്ട്. ഒരു വിഭാഗത്തിൽപ്പെട്ട മാത്രമല്ല, ഇവിടെ ഉള്ള ആൾക്കാർ അവിടെ പോകുന്നു, അവിടെ ഉള്ള ആൾക്കാർ ഇവിടെ വരുന്നു. അപ്പൊ അച്ഛന്റെ ഒരു കത്ത് ജമാഅത്തിന് കിട്ടി, ഇങ്ങനെ ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അപ്പൊ നമ്മൾക്ക് പരിഹരിക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞങ്ങളും തിരിച്ചതേ രൂപത്തിൽ ഒരു കത്ത് കൊടുത്ത് അച്ഛനും കൊടുത്ത് രണ്ട് പള്ളിയും ഇടവയും പരസ്പരം ഞങ്ങൾക്ക് ഈ വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിന് ഒരു പ്രത്യേക കാരണം ഒരൊറ്റ പള്ളിയിൽ ഞങ്ങൾ നിസ്കാരമുണ്ട്. അതൊരു ഞായറാഴ്ച അന്ന് അവിടെ ഇവർ വിഭാഗത്തിൽപ്പെട്ട 3 പള്ളിയിലുണ്ട്. പരസ്പരം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അലോൺസ് ചെയ്തിട്ട് ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടായാൽ ജമാഅത്തും ഇടവകയും അതിൽ ഇടപെടുന്ന ആർക്കാലും ചിലപ്പോൾ നാളെ വന്നിട്ട് പറയും ജമാഅത്ത് ഇടപെടണം, അച്ഛന്റെ അടുത്ത് പറയണം ഇടവക ഇടപെടണം എന്നുള്ള ഞങ്ങളൊരു കൂട്ടായ്മ ഒരു തീരുമാനം എടുത്തിട്ട് നമ്മളെ തിരുവനന്തപുരം സിറ്റി പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ അവിടെ വന്ന് ഞങ്ങളിങ്ങനെ ഒരു റൗണ്ട്, അതായത് ഒരു 1.5 മണിക്കൂർ ജമാഅത്ത് ഓഫീസിൽ ഇരുന്നിട്ട് ഇതിന്റെ കാര്യങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കിയിട്ട് അതിനുശേഷം CA എടുത്ത് പറഞ്ഞ് അതായത് ഇടവഴി ജമാഅത്തിനെ ഒന്നിച്ച് വിളിച്ചിരുത്തി, അതായത് സ്റ്റേഷനിൽ വിളിച്ചിരുത്തി എന്താണെന്ന് കൈകാര്യം ചെയ്യാൻ പറ്റുമോ അത് രണ്ടുപേരും ഇരുന്ന് ക്ലിയർ ചെയ്ത് കൊണ്ടുപോകും. അങ്ങനെ ഞങ്ങള് അച്ഛനും ഞാനും ഇടവഴി ജമാഅത്തും അത് CA പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഒന്നിച്ച് ഞങ്ങൾ ഇറങ്ങി വന്നു. എനിക്ക് ആ ഒരു സേനയാണ് യഥാർത്ഥത്തിൽ കേരളത്തിന്റെ കരുത്ത് എന്ന് പറയുന്നത്. നമ്മുടെ ഇന്നത്തെ യാത്ര ഫാദർ നിക്കോളാസും ഇമാമിന്റെ പേര് ഒന്നുകൂടി എന്ന് പറയുമ്പോൾ ചുരുക്കപ്പേര് സെയ്ദ് അബ്ദുൽ ഹക്കീം തങ്ങളും ഒരുമിച്ചാണ് നമ്മൾ ഉദ്ഘാടനം ചെയ്തത്. നമ്മൾ വിഴിഞ്ഞത്ത് ഈ തെക്കേ മുനമ്പിൽ നിന്ന് നമ്മളുടെ ഇന്നത്തെ യാത്ര തുടങ്ങും. പറഞ്ഞേ. ഞാൻ ചർച്ച സെക്രട്ടറിയാ ജോണി. ഞങ്ങളെ സംബന്ധിച്ച് ഈ ദൌത്യം ഏറ്റെടുത്തപ്പോ സാധാരണ ഈ ലിക്കർ ഉപയോഗിക്കുന്ന സഹോദരങ്ങൾ കുറച്ചൊക്കെ ഇതിനെ അനുസരിച്ച് മാറുകയും അത് അവരുടെ വീട്ടിൽ തന്നെ ഏറ്റവും കൂടുതൽ സന്തോഷം പകരുന്ന രീതിയാണ്. അല്ലെങ്കിൽ ഇവിടെ പണിക്ക് വിട്ട് വന്നിട്ട് ഇവിടെ തന്നെ ഇവര് സപ്ലൈയിലൂടെ മേടിച്ചുകൊണ്ട് കഴിച്ചുകൊണ്ട് വീട്ടിലൊക്കെ പോകത്തില്ല. ഇപ്പോൾ ഇവർ നിയന്ത്രണം വന്നതിന് ശേഷം അവർക്ക് ഭാര്യയുടെ അടുത്ത് പോകുന്നു, മക്കളുടെ അടുത്ത് പോകുന്ന സമയത്തിന് ഒരു നിയന്ത്രണമായി. പക്ഷേ ഇതിനകത്തുള്ള വീണ്ടും ഒതുക്കപ്പെടാത്ത ഒരാൾക്കെന്ന് വെച്ചാൽ സപ്ലൈസ് ഇതിന്റെ വിതരണം ചെയ്യുന്ന ആ ഒരു വലിയൊരു വിങ് ഇപ്പോഴും ഈ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെയാണ് നമ്മൾ നേരിടാൻ പോകുന്നത്. അപ്പൊ സർക്കാർ സംവിധാനങ്ങള് ഈ മുളയിലെ നുള്ളേണ്ടത് അവിടെ നിന്നാണ്. വേര് പിടിച്ചാലേ ശിഖരം ഉറവിടങ്ങളിൽ നിന്ന് നമ്മൾ തുടങ്ങണം. അപ്പൊ ഈ സപ്ലൈ ചെയ്യുന്ന ടീമിനെയൊക്കെ നോട്ട് ഔട്ട് ചെയ്ത് അവരെ ഒന്ന് അകത്താക്കി കഴിഞ്ഞാൽ ഇവിടുത്തെ ഏകദേശം കാര്യങ്ങൾ ഏറെക്കുറെ ആ പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് അതിലേക്കൊക്കെ വരാം. നമസ്കാരം ചേച്ചി. നമസ്കാരം. എന്ത് ചെയ്യുന്നു? ഹൗസ് വൈഫാണ്. ഇടവക കൗൺസിലാണ് അല്ലേ?
കൗൺസിൽ മെമ്പറാണ്. കൗൺസിൽ മെമ്പറാണ്. എങ്ങനെയുണ്ട് ഈ ഷിപ്പും ഈ പോർട്ടും ഒക്കെ വന്നതിന് ശേഷമുള്ള ജീവിതം? മത്സ്യത്തൊഴിലാളികൾക്ക് കുറച്ച് മോശമാണ്. കുറച്ച് പ്രശ്നമുണ്ടോ? ആണോ? തീർച്ചയായിട്ടും കുറച്ച് പ്രശ്നമുണ്ട്. പ്രശ്നങ്ങളാണ്. പക്ഷെ ആ പ്രശ്നങ്ങൾക്കും അപ്പുറം വലിയൊരു പ്രശ്നം നമ്മുടെ സമൂഹത്തെ കാർന്നു തിന്നുന്നുണ്ട് അല്ലേ? മദ്യപാനവും. ഈ ലഹരിയും ലഹളയും നമുക്ക് എങ്ങനെ കുറയ്ക്കാം? ഒരു വീട്ടമ്മയുടെ ഇത് കാഴ്ചപ്പാടെന്താ? നമ്മൾ ഒരുമിച്ച് നിന്നാ എല്ലാം നേരെയാകുമെന്നാണ് എന്റെ വിശ്വാസം. ഭർത്താവ് കഴിക്കും? ചെറുതായിട്ട് കഴിക്കും. അത് ഇച്ചിരി കൂടി കുറയ്ക്കാൻ എന്താ വഴി? വലുതായിട്ടൊന്നും അല്ല. വലുതായിട്ട് കുഴപ്പമൊന്നുമില്ല. ആരാ ഇതിനകത്ത് ഭർത്താവുണ്ടോ? ഇല്ല. ഇതിനകത്ത് ഭർത്താവില്ല. പക്ഷെ എന്നാലും ചെറുതായിട്ട് കൂടെ കുറയ്ക്കണമെന്ന് ചേച്ചിക്ക് ആഗ്രഹമില്ലേ? ഒരു ലഹരിമുക്ത ഭർത്താവിനെ സ്വപ്നം കാണുന്നില്ലേ? തീർച്ചയായും. ഇവിടെ എങ്ങനെ അവസ്ഥ? മദ്യപിക്കില്ല ഹസ്ബൻഡ് മദ്യപിക്കില്ല. ഭാഗ്യവതി. വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ കിട്ടുന്ന ഭാഗ്യം. ഈ സമൂഹത്തിലെ ഒരു മാറ്റം വരണം. മദ്യവും ലഹരി വസ്തുക്കളും അപ്പാടെ ഉന്മൂലനം ചെയ്യണം. അതിന് സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് ശക്തമായിട്ട് സ്ത്രീകൾ എല്ലാവരും ഒന്നടങ്കം നിൽക്കും ഇതിനെതിരായിട്ട്. ഈ ചെറുപ്പക്കാര് കുട്ടികളൊക്കെ ഇത് ഉപയോഗിച്ച് ഇങ്ങനെ, പ്രത്യേകിച്ച് ഇതേപോലൊരു പ്രദേശത്ത് ഇനി വികസനത്തിന് വലിയ സാധ്യത വരാൻ പോകുന്ന ഒരു പ്രദേശമാണ്. പണ്ട് ഈ മുന്ദ്ര തുറമുഖത്തെ കുറിച്ച് പറഞ്ഞത് ഏറ്റവും കൂടുതൽ ലഹരി ആ ഭാഗത്തൂടെയാണ് കടന്നുപോയതെന്നാണ്. നമ്മൾ ഭയക്കണം അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ ജാഗ്രത വേണം. തീർച്ചയായിട്ടും ജാഗ്രത പുലർത്തും. അപ്പൊ ഫാദർ, നമുക്ക് ഇവിടെ നിന്ന് ഒരു ക്യാമ്പയിൻ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. നമുക്കൊരു പ്രതിജ്ഞ ചൊല്ലിക്കൊണ്ട് ഇത് നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു. നമ്മൾ തെക്കേ മുനമ്പിൽ നിന്ന് ഇന്നത്തെ യാത്ര തുടങ്ങും. അതിനുശേഷം നമ്മൾ നേരെ വിഴിഞ്ഞത്തേക്ക് പോകും. അങ്ങനെ നാലാഞ്ചിറ വരെ എത്തി നിൽക്കും. നമ്മൾ ചെല്ലുന്ന സ്ഥലങ്ങളിലെല്ലാം ഈ ലഹരി വിരുദ്ധ പ്രതിജ്ഞ എടുക്കുന്നുണ്ട്. നമസ്കാരം. ജനറൽ സെക്രട്ടറിയാണ്. വിഴിഞ്ഞത്തേക്കും മുസ്ലിം ജമാഅത്തിൽ ജനറൽ സെക്രട്ടറി. നമുക്ക് ഇതിനെ അടിവേരറക്കണ്ടേ? അറക്കണം. എന്ത് ചെയ്യും? വരും തലമുറ ഇപ്പോ ഇത് നമ്മൾ അടിവേരത്തില്ല എങ്കിൽ 5 കൊല്ലം കഴിഞ്ഞതിന് ശേഷം, 5 കൊല്ലം നിസ്സാരം വേണ്ട, ഈ 5 കൊല്ലം പോകാൻ വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ ഈ സമൂഹം പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നിൽക്കൂല. ഈ റോഡ് വരാന്തകളും വീടുകളും മദ്യവുമായിട്ടുള്ള ഏകദേശം ഒരു നശീകരണ വക്കലേക്ക് എത്തിക്കും. പുതിയ സാധനങ്ങളൊക്കെ വന്നെന്ന് പറയുന്നത് കേട്ടു. ലഹരികൾ, MDMA, രാസലഹരി അല്ലേ? അതെ. ഇവിടെ ഈ ഒരു വസ്തുക്കളൊക്കെ വരുന്നുണ്ട്, ലഹരി വസ്തുക്കളൊക്കെ. പക്ഷെ നമ്മുടെ സിയുടെ നേതൃത്വത്തിൽ പ്രകാശ് സാർ നല്ല രീതിയിലുള്ള ഇതാണ് നമ്മുടെ പള്ളിയും ജമാഅത്തും കൂടെ നേതൃത്വത്തിൽ ഇപ്പൊ നടത്തി പോകുന്നത്. അതിൽ വലിയൊരു പങ്ക് നമ്മുടെ സി ഇപ്പൊ വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഈ കടപ്പുറത്തുള്ള നമ്മുടെ മത്സ്യത്തൊഴിലാളി സുഹൃത്തുക്കളുണ്ട് അല്ലേ ഇതിനകത്ത്? എല്ലാവരും മത്സ്യത്തൊഴിലാളികളാണ്. ഈ കടപ്പുറത്തെ മത്സ്യത്തൊഴിലാളികളുടെ പ്രത്യേകത, അവരൊരു കാര്യം നനച്ചിറങ്ങിയാൽ അത് നടത്തിയിരിക്കും എന്നുള്ളതാണ്. ഇപ്പൊ എത്ര വർഷമായിട്ട് കടലിൽ പോകുന്നുണ്ട്? കടലിൽ എനിക്ക് 64 വയസ്സുണ്ട്. 64 വയസ്സ് പറയത്തില്ല കേട്ടോ. ഒരു മൊത്തത്തിലൊന്ന് എടുത്തു നോക്കിയ ഒരു 42 വയസ്സ് അല്ലേ? എത്രയേ പറയത്തുള്ളൂ. എന്തായാലും എന്താ പേര്? പുഷ്പരാജൻ. അപ്പം നമ്മൾ ഈ കടപ്പുറത്തുള്ള മനുഷ്യർ വിചാരിച്ചാൽ കടപ്പുറത്തുള്ള ലഹരിയുടെ വ്യാപനം കുറച്ചുകൂടെ? അടിക്കില്ല. മദ്യപിക്കുന്നില്ല? ഇല്ല. ആണോ? സാധാരണ ഈ കടപ്പുറത്ത് മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള ആളുകൾ കടൽപ്പുറത്ത് വരുമ്പോൾ ചെറിയ കാഴ്ചയൊക്കെ ഇരിക്കുന്നു പറയുന്നു. അവരെ നമ്മൾ കുറ്റം പറയത്തില്ല കേട്ടോ. മദ്യം അപകടമാണ് എങ്കിൽ പോലും ഇതുവരെ അടിച്ചിട്ടില്ല. ഇതുവരെ കഴിച്ചിട്ടില്ല. ആണോ? തീർച്ചയായിട്ടും. അപ്പൊ അതൊരു പ്രധാനപ്പെട്ട കാര്യം. ഒന്ന് നിങ്ങൾക്ക് പലപ്പോഴും ചില ഈ വലിയ ബുദ്ധിമുട്ടുള്ള പണികളൊക്കെ ഏർപ്പെടുന്ന ആൾക്കാരെ ഇച്ചിരി കഴിച്ചാലേ ഇച്ചിരി ഊർജ്ജം കിട്ടൂ എന്നൊക്കെ പറഞ്ഞൊരു പഴയകാല കഥയുണ്ടല്ലോ. അത് ചുമ്മാതാ. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന മനുഷ്യർക്കും ഇതില്ലാതെയും ജീവിക്കാം എന്നുള്ളതാണ്. നമ്മൾ മദ്യത്തിനെതിരെ മാത്രമല്ല, രാസലഹരി, മറ്റ് ലഹരി പദാർത്ഥങ്ങൾ ഇതൊക്കെ കൊണ്ട് ഈ സമൂഹത്തിൽ വിതരണം ചെയ്യുന്ന ആളുകളുടെ എണ്ണം കൂടുന്നു. നിങ്ങൾ മത്സ്യത്തൊഴിലാളികൾ വിചാരിച്ചാൽ ഈ പ്രദേശത്ത് ഇതിന്റെ വേരെറുക്കാൻ പറ്റത്തില്ലേ? എല്ലാരും വിചാരിച്ചാൽ നടക്കും. എല്ലാരും വിചാരിച്ചാണ്. ഇവന്മാരെയൊക്കെ എന്ത് ചെയ്യണം? ഇതേപോലെ ഈ കൊച്ചു പിള്ളേരുടെ ജീവിതം, ഈ കൊച്ചു മക്കളെ വലിയവർ കാണിച്ചു കൊടുത്താണ് ഈ കൊച്ചു മക്കളൊക്കെ ഉണ്ടാവുന്നത്. ഇപ്പൊ വിഴിഞ്ഞത്ത് നോക്കാമെങ്കിൽ അച്ഛനും മോനും ഒത്തിരുന്നടിക്കുന്നത്. അതാണ് ഇവിടെ മിക്കാറുള്ളത്. അപകടമാണ് അച്ഛനും മോനും ഒത്തിരുന്നടിക്കുന്നത്. വീട്ടിൽ പോയാൽ വീട്ടിൽ പ്രശ്നം. ഇതാണ് ഈ വിഴിഞ്ഞത്തുള്ള ഏറ്റവും വലിയ കുഴപ്പം. അതാണ് ഇപ്പൊ ആരെങ്കിലും പോയി നല്ലവർ പോയി വിലക്ക് ചോദിച്ചാൽ അവരെല്ലാവരും കൂട്ടം ചേർന്നിട്ട് അവരെ തല്ലാൻ പോകും. അങ്ങനെയുണ്ടോ? അങ്ങനെ ഉണ്ടെന്നാ ഇവിടെ വിഴിഞ്ഞത്ത് അത് മിക്കാറുള്ളത്. ഇതിന്റെ കൂടെയാണ് ഈ രാസലഹരിയും കൂടി വരുന്നത്. ഈ അടിച്ചു കയറ്റി ഓരോരുത്തർ വീട്ടിൽ അമ്മയാര്, മക്കളാര്, അനിയത്തിയാര് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ്. വിഴിഞ്ഞത്തെ മൊത്തം എല്ലാം നോക്കാമെങ്കിൽ എല്ലാം കച്ചട തന്നെ. എല്ലാം നല്ലവരോരുത്തർ ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ആക്ഷേപിക്കരുത്. നല്ല മനുഷ്യരുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്, ഇല്ലെന്ന് പറയാനില്ല. എന്നാലും നമ്മളായി പോകുന്നതിന് മുമ്പ് നമുക്ക് രക്ഷിച്ചെടുക്കണം. ചേട്ടൻ മൊത്തത്തിലൊരു വിമർശനം പറഞ്ഞതേ ഉള്ളൂ. വിഴിഞ്ഞക്കാർ വിഷമിക്കരുത്. വിഴിഞ്ഞത്ത് നല്ല മനുഷ്യരുണ്ട്. ഇപ്പൊ ഫാദർ ആണെങ്കിലും ശരി, നമ്മുടെ ഇമാമാണെങ്കിലും ശരി, നമ്മുടെ സമൂഹത്തിൽ നാനാ തുറകളിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന മനുഷ്യരുണ്ട്. ഇവിടെ ഒരു പള്ളി പ്രേക്ഷകർക്ക് കാണാം, അവിടെ അപ്പുറത്തൊരു മസ്ജിദ് പ്രേക്ഷകർക്ക് കാണാം. ഇന്നത്തെ ഹോളി ദിവസമാണ്. അപ്പൊ മതേതരമായി തന്നെ നമുക്ക് ഒരുമിച്ച് തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് പോരാടാം. അപ്പോൾ നമുക്കൊരു പ്രതിജ്ഞ എടുത്തുകൊണ്ട് ഇവിടുത്തെ യാത്ര തുടങ്ങാം.
വേണം അല്ലെ? അപ്പോൾ നമ്മൾ വിഴിഞ്ഞത്ത് തെക്കേ മുനമ്പിൽ നിന്നുകൊണ്ട് ഫാദർ നിക്കോളാസിന്റെയും ഇമാം ഹക്കീമിന്റെയും ഒപ്പം മത്സ്യത്തൊഴിലാളികളുടെയും മത്സ്യത്തൊഴിലാളി സുഹൃത്തുക്കളുടെയും ഒക്കെ സാന്നിധ്യത്തിൽ നമ്മൾ ഇന്നത്തെ ലഹരി വിരുദ്ധ പ്രതിജ്ഞയെടുത്ത് നമ്മളുടെ യാത്ര ആരംഭിക്കുന്നു. അപ്പൊ സ്വന്തം നെഞ്ചിൽ കൈവച്ച് നമ്മൾ ഈ പ്രതിജ്ഞയെടുത്ത് മുന്നോട്ട് പോകുന്നു. റെഡി? ഓക്കെ അല്ലേ? ശരി, അപ്പൊ നമ്മൾ തുടങ്ങുന്നു. ഫാദർ തുടങ്ങാലോ? ഫാദർ ഓക്കെ. ഫാദർ ഇമാം ഇങ്ങോട്ട് നിന്നാട്ടെ. ഫാദർ ഓക്കെ. അപ്പൊ നമ്മൾ തുടങ്ങുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നോക്കൂ, ഇത് നമ്മുടെ സമൂഹത്തിന്റെ ഒരു ആഹ്വാനമായ ഒരു പ്രതിജ്ഞയായിട്ട് തന്നെ മാറണം. നമ്മൾ തുടങ്ങുന്നു. മയക്കുമരുന്ന്, മദ്യം, പുകയില, പാൻ മസാല തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ വ്യക്തികളെയും കുടുംബങ്ങളെയും ആരോഗ്യപരമായും സാമ്പത്തികമായും സാമൂഹികമായും സാംസ്കാരികമായും നശിപ്പിക്കുന്ന സാമൂഹിക വിപത്താണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ ഏതെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ അത് ഉപയോഗിക്കുവാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ ചെയ്യുകയില്ല എന്നും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത് എന്റേതായ കടമ നിറവേറ്റുമെന്നും ലഹരിമുക്ത സമൂഹത്തിനായി പ്രയത്നിക്കുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഈ ചടങ്ങ് നമ്മൾ ഇവിടെ ഉദ്ഘാടനം ചെയ്ത് ഫാദറും ഇമാമും ചേർന്ന് ഉദ്ഘാടനം ചെയ്താണ് നമ്മുടെ യാത്ര മുന്നോട്ട് പോകുന്നത്. ഇമാം, മതപരമായ എല്ലാ ഹദീസുകളും ലഹരിക്കെതിരെയും വ്യാജമായിട്ട് മനുഷ്യനെ കൊല്ലുന്നതിനെതിരെയും തിന്മയ്ക്കെതിരെയുമുള്ള പോരാട്ടമാണ് അല്ലേ? എല്ലാ മതക്കാരും അങ്ങനെ തന്നെയാണ് പറയുന്നത്. വിശുദ്ധ ഇസ്ലാമാണെങ്കിലും 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഇത് ഹറാം എന്നുള്ളൊരു വാക്കിലൂടെ അത് വളരെ പ്രസക്തമായി പറഞ്ഞിട്ടുണ്ട് വിശുദ്ധ ഖുർആനിലും ഹദീസിലൊക്കെ. അതൊക്കെ അനുസരിച്ച് സമൂഹം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു സംസ്കാരമുള്ള മനുഷ്യനായി ഇവിടെ ജീവിക്കാനും ഏറ്റവും നല്ല രീതിയിൽ മരണപ്പെടാനും സാധിക്കും. അതിന് വിപരീതമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഈ MDMA-യുടെ ഈ കുത്തൊഴുക്ക് അത് ഇതിന്റെ ഉറവിടം കണ്ടെത്തി, ഇതിന്റെ ഗവൺമെന്റും പോലീസൊക്കെ അതിന്റെ ഉറവിടം കണ്ടെത്തി തുടച്ചു നീക്കണമെന്നാണ് പറയാനുള്ളത്. അതിനാൽ ഈ റിപ്പോർട്ടർ ചാനല് ഈ വലിയൊരു മുദ്രാവാക്യം മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. എല്ലാ ഭാവങ്ങളും നേരുകയാണ്. ഫാദർ, മതപരമായിട്ടാണെങ്കിലും ശരി, ഈ കൃത്രിമ ലഹരിയിലൂടെ ജീവിതം കൊണ്ടുപോകുന്നതിനെതിരെ ഒരുപാട് വ്യാഖ്യാനങ്ങളില്ലേ ബൈബിളിൽ തന്നെ? അതെ, ഉണ്ട്. കാരണം മനുഷ്യ ജീവിതം പരസ്പരം സഹോദരങ്ങളായി ജീവിക്കുക, അതാണ് എല്ലാ മതങ്ങളും ക്രിസ്തുമതവും പറയുന്നത്. അപ്പോൾ ആ സാഹോദര്യത്തിനെതിരെ വരുന്ന ഒരു അടിയൊഴുക്കുകളാണ്, അല്ലെങ്കിൽ അതിനെ തകർക്കാനുള്ള ഛിദ്രശക്തികളുടെ പ്രവർത്തനങ്ങളാണ്. അതുകൊണ്ട് ഇതെല്ലാം മാറ്റിയേ മതിയാവുള്ളൂ. അതിൽ പ്രധാനമായിട്ടും പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു നമ്മൾ ഇത് ഉറവിടം വരുന്ന സ്ഥലം നമുക്ക് അത് നമ്മുടെ ബന്ധപ്പെട്ട അധികാരികളുണ്ട്. അതോടൊപ്പം തന്നെ ഇത് വിൽക്കുന്ന കടകളുണ്ട്. അവർ മരണം വിൽക്കുന്നവരാണെന്ന് അവരെ ബോധ്യപ്പെടുത്തുക. കാരണം കടകളിൽ മരണത്തിന്റെ വ്യാപാരികളാണ്. അതെ, മരണ വ്യാപാരികളാണ്. അവർ മരണം വിറ്റുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള കടകൾക്ക് ലൈസൻസ് കൊടുക്കരുത്, കടകൾ പൂട്ടിക്കണം. ഇതുള്ള കാരണം ഇത് കൂടുതൽ അവൈലബിൾ സംലഭ്യമാകുമ്പോഴാണ് ആളുകൾ ഇതിനുവേണ്ടി പ്രലോഭിതരാകുന്നത്. ഇപ്പൊ ഇവിടെ മദ്യം ഒഴുകുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ സാധനം അടുത്തുണ്ടെങ്കിൽ ആളുകളൊന്ന് വാങ്ങിച്ചു കുടിക്കും. അത് അവരുടെ ഒരു ശൈലിയായിപ്പോയി. അതില്ലാതിരുന്നു കഴിഞ്ഞാൽ, അത് ദൂരെ ആയി കഴിഞ്ഞാൽ ഒരു പ്രാവശ്യമേ പോവുള്ളൂ, കൂടിയ 2 പ്രാവശ്യം അതിനപ്പുറത്ത് പോകത്തില്ല. അങ്ങനെയുള്ള ഒരു രീതിയും സംവിധാനവും ഒക്കെ ക്രമപ്പെടുത്തേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഈ ഭാഗങ്ങളിൽ ഈ രാത്രി കാലങ്ങളിൽ വെളിയിൽ നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. അത് കർശനമായിട്ടും നിയന്ത്രിക്കപ്പെടേണ്ടതാണ്. പരിശോധന ആവശ്യമാണ്. അതെ, അത് അത്യാവശ്യമാണ്. കാരണം ഈ മതില് തന്നെ അവർക്ക് പലപ്പോഴും ഒരു അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അവർക്കൊരു സുഖകരമായ അവസ്ഥയായി. അതുകൊണ്ട് നമ്മൾ ഇത്തരം കാര്യങ്ങൾ നല്ല ലൈറ്റൊക്കെ ഇട്ട് അവിടെ നിന്ന് ഇതുപോലെ വണ്ടി വെളിയിൽ നിന്ന് വരുമ്പോൾ നമ്മളതൊന്ന് ശ്രദ്ധിക്കുകയും ഇതൊക്കെ ചെയ്യണം. പിന്നെ പോലീസും ഡിപ്പാർട്ട്മെന്റുകളും ഇപ്പോൾ ബോധവൽക്കരണവും മറ്റു അവർ നന്നായിട്ട് ചെയ്യുന്നു, നമ്മളോടൊപ്പം നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ചില സമയത്ത് അവരെ പ്രകോപിപ്പിക്കുന്നുണ്ട്. പക്ഷെ കുറച്ചുകൂടെ ഒരു സംയമനം പാലിച്ചുകൊണ്ട്, എല്ലാ ഇരുകൂട്ടരും സംയമനം പാലിച്ചുകൊണ്ട് അവരെ ബോധവൽക്കരിച്ച് കുറച്ചുകൂടെ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കണം. കാരണം അവർ നമ്മുടെ സഹോദരങ്ങളാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഫാദർ പറഞ്ഞതുപോലെ മരണത്തിന്റെ വ്യാപാരികളായവരെ നിങ്ങൾക്കെതിരെ കേരളത്തിന്റെ സമൂഹം തുറന്ന യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇവിടെ നമ്മൾ നിയമപരമായിട്ട് സംസാരിക്കുമ്പോൾ ഇപ്പോഴത്തെ നിയമ സംവിധാനം
കുറച്ചെന്ന് 1/4 കിലോ 1/2 കിലോ അല്ലെങ്കിൽ 100 ഗ്രാം വന്നു കഴിഞ്ഞാൽ അവരെ ജാമ്യത്തിൽ വിടാനുള്ള വകുപ്പുണ്ടെന്നാണ് പറയുന്നത്. നിയമം കർശനമാക്കണം. ഇവിടെ 10 കിലോ 15 കിലോ പിടിച്ചവൽ മാത്രമേ ജയിലിടത്തുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് ഇത്രയും ഈ കാരിയർമാർ ഇത്രയും വലിയ രീതിക്ക് ഈ ഇതിനെ കൊണ്ട് വിപണനം നടത്തുകയും ഈ സമൂഹത്തിൽ നശിപ്പിക്കുകയും ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ നിയമ സംവിധാനങ്ങൾ മാറി അവർ തക്കതായ ശിക്ഷകൾ കൊടുത്താലേ ഇതിനൊരു അറുതി വരുത്തുള്ളൂ. തീർച്ചയായിട്ടും. ഒപ്പം തന്നെ നമ്മുടെ പൊതുസമൂഹത്തിൽ ഇടപെടാൻ ഏറ്റവും കൂടുതൽ നമുക്ക് നടന്നാലോ രണ്ടുപേർക്കും ഫാദർ ഒപ്പം എല്ലാവരും പറയുന്നുണ്ട് ഇത് പ്രത്യേകിച്ച് എന്ന് പറയുമ്പോ ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ കൊണ്ടോ ഒരു 1-2 വ്യക്തികളെ കൊണ്ടോ ഇത് നിർത്താൻ പറ്റൂല. അതായത് തടയാനുള്ള സ്ഥലത്ത് തടയുക. പക്ഷെ ഒരു ഡിപ്പാർട്ട്മെന്റ് പോലീസുകാർ വന്നിട്ട് രണ്ടുപേരെ പിടിക്കുകയാണ്. അത് ബഹുമാനപ്പെട്ട അറിയാം. ഈ ഇടയ്ക്ക് എറണാകുളത്ത് ഒരു സ്ത്രീ ഒരു പോലീസ് ജീപ്പിൽ കയറിയിട്ട് മദ്യം മേടിച്ച് പരസ്യം ചെയ്തില്ലേ. ഇത് വനിതകളുമുണ്ട് ജെന്റ്സും ഉണ്ടല്ലോ. ഇതിനകത്ത് ലിംഗഭേദമില്ല എന്നുള്ളതാണ്, പ്രായഭേദമില്ല എന്നുള്ളത്. അല്ല, രണ്ടാമത് പോലീസിനെ നമ്മൾ അവരെ കഴിവിന് അവർ ചെയ്യുന്നുണ്ട്. രണ്ടാമത് നമ്മൾ മനുഷ്യർ നമ്മൾ ഒന്നിച്ച് നിന്നാൽ നമ്മൾ സഹായിച്ചാൽ മാത്രമേ ഇവരെ ഒതുക്കാൻ പറ്റുള്ളൂ. നമ്മൾ പോലീസിന്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. പോലീസ് ഇവിടെ ഉണ്ട്. നമസ്കാരം വിനോദ് കുമാർജി. ഹായ്. ഞങ്ങള് ലഹരിക്കെതിരെയുള്ള നമ്മളുടെ യാത്ര ഇവിടെ നിന്ന് തുടങ്ങുകയാണ്. അപ്പം ഇമാമും ഉണ്ട്, ഒപ്പം തന്നെ നമ്മുടെ പിതാവും ഉണ്ട്. അപ്പം മതേതരമായിട്ടുള്ള ഒരു യുദ്ധം തുറന്നു പ്രഖ്യാപിച്ചിരിക്കുകയാണ് പോലീസ്. ഇപ്പം അടുത്ത കാലത്ത് റിപ്പോർട്ടർ TV അടക്കം കൊടുക്കുന്ന ഒരുപാട് ടിപ്പുകൾ രാത്രികാലങ്ങളിലൊക്കെ പോലീസ് ഓപ്പറേഷൻ ഡി ഹണ്ട്. ഏറ്റവും കൂടുതൽ നമ്മളെ പള്ളിയുടെ പ്രദേശത്ത് വരുന്നത് വിളിച്ചാൽ ഏത് സമയത്തും അറ്റൻഡ് ചെയ്ത് വന്ന് ഓടി എത്തുന്നത് ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റൂല. പ്രത്യേകിച്ച് ഈ വിഴിഞ്ഞ സ്റ്റേഷനിൽ നിന്ന്, അതായത് വിഴിഞ്ഞ സ്റ്റേഷനിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റ് ഇപ്പോഴും കുറച്ച് ഞങ്ങള് ഇടവയും ഞങ്ങൾ ജമാഅത്തായിട്ട് നിന്ന് സഹകരിച്ചപ്പോൾ ഏകദേശം എന്റെ ഓർമ്മിപ്പം ഞാൻ നോക്കിയ റംസാൻ മാസം ഒരു 50% അവിടെ കാലിയായിട്ടുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഓപ്പറേഷൻ ഡി ഹണ്ട് എന്നുള്ളത് എത്രമാത്രം ശക്തമാണെന്ന് പ്രേക്ഷകർക്കറിയാം. കേരള പോലീസിന്റെ ഈ മെഷീനറിയൊക്കെ ഈ താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥരാണ് നടപ്പിലാക്കുന്നത്. പ്രത്യേകിച്ച് ഈ പോർട്ട് വന്നതോടുകൂടി നമ്മൾ മുദ്രാ പോർട്ടിനെ കുറിച്ചൊക്കെ പറയുന്നത് ലഹരിയുടെ ഏറ്റവും വലിയ ഗേറ്റ് വേ ആയിട്ട് പോർട്ട് മാറുന്നു എന്നത് തന്നെയാണ് സോഴ്സ്. നമുക്കിപ്പോ അതിലിപ്പോ വേറൊന്നുമില്ല. ഇവിടെ ജമാഅത്ത് കമ്മിറ്റിയും പള്ളി കമ്മിറ്റിയുടെയും ഒരു സഹകരണം കൊണ്ട് തന്നെയാണ് നമ്മൾ ഒരു പരിധി വരെ ആക്ട് ചെയ്യുന്നത്. അവരുടെ സഹകരണം കൂടാതെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. തുടർന്നും അവരുടെ സഹായം വേണം. നമുക്കെങ്കിൽ മാത്രമേ ഈ പോർട്ടിനെ പൂർണ്ണമായി ലഹരി മുക്തമാക്കാൻ പറ്റത്തുള്ളൂ. കൊച്ചു പിള്ളേരടക്കം, അതായത് കൌമാരക്കാരായിട്ടുള്ള പിള്ളേര് പുതിയ ജീവിതത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നതിന് മുമ്പാണ് ഈ മാരകമായ വിപത്തിൽ ചെന്ന് ചാടുന്നത്. ഇപ്പൊ MDMA-യുടെയൊക്കെ ഒഴുക്ക് വരുന്നു. പ്രത്യേകിച്ച് ഇതേപോലുള്ള സ്ഥലങ്ങളിലൊക്കെ അവരെ സ്കെച്ച് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കില്ല, അല്ലെങ്കിൽ അവരെ പരിശോധന നടത്തും. കുടുംബ ബന്ധങ്ങളിൽ വിള്ളൽ വീഴുമ്പോഴാണ് പലപ്പോഴും ലഹരിയോട് തേടി പലരും പോകുന്നത്. അപ്പൊ ആ കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കാൻ വേണ്ടിയുള്ള ഒരു സമീപനം നമ്മുടെ ഈ മേലധ്യക്ഷന്മാരും മറ്റുള്ളവർ എടുക്കേണ്ടി വരും. കുടുംബത്തിൽ നിന്ന് അകന്നു പോകുന്നവരാണ് കൂടുതൽ ലഹരി അടിമയായിട്ട് കാണുന്നത്. അങ്ങനെ വരുമ്പോഴാണ് ചെറുപ്രായത്തിൽ തന്നെ ലഹരിയെ തേടി പോവുകയും അതുവഴി കൂടുതൽ വൈകൃതമംഗളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ അതിന് കുടുംബ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കേണ്ട ആവശ്യമാണ്. കുറച്ചുകൂടി പരിശോധന കൂട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും പരിശോധന വളരെ കൂട്ടിയിട്ടുണ്ട്. അത് നാട്ടുകാർ നല്ലൊരു പോസിറ്റീവായിട്ടുള്ള സമീപനം കിട്ടുന്നുണ്ട്. അവർ തന്നെ ആവശ്യപ്പെടുന്നുണ്ട്, സാർ ഇന്ന ഏരിയയിലൊക്കെ ഉണ്ട് സാർ, അവിടെ വരണം സാർ, ഇവിടെ അങ്ങനെ പറയുന്നുണ്ട്. കൂടുതൽ വിവരം കിട്ടും. തീർച്ചയായിട്ടും സോഴ്സ് കൂടുതൽ നമുക്ക് വിവരം കിട്ടുന്നുണ്ട്. നമുക്ക് വളരെയായിട്ട് പോസിറ്റീവായിട്ട് അവരെ നോക്കാനും പറ്റുന്നുണ്ട്. താങ്ക് യു വിനോദ് കുമാർ, താങ്ക് യു. അപ്പോൾ കേരള പോലീസിന്റെയും ഒപ്പം തന്നെ പൊതുസമൂഹത്തിന്റെയും ഒരുമിച്ചുള്ള ഒരു തുറന്ന യുദ്ധമായിട്ട്, ഒരു തുറന്ന പോരാട്ടമായിട്ട് മാറുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ലഹരിയും വേണ്ട ലഹളയും വേണ്ട എന്ന് നമ്മുടെ ക്യാമ്പയിൻ ഇപ്പോൾ വിഴിഞ്ഞത്തു നിന്നും യാത്ര തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ പേര് സ്റ്റാലിൻ ആണ്. നമ്മുടെ കോർപ്പറേഷൻ, നമ്മുടെ കൌൺസിൽ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ആ കൌൺസിൽ ഇങ്ങോട്ട് വന്നാണ്, പിന്നിൽ നിൽക്കരുത്. നമ്മൾ പറഞ്ഞല്ലോ കേരളത്തിലെ ഏറ്റവും സമ്പന്നമാകാൻ പോകുന്ന ഒരു വാർഡിന്റെ കൌൺസിലറാണ് ഈ നിൽക്കുന്നത്. ഞാൻ ഒരിക്കൽ കൂടി ഒരു പേര് ചോദിച്ചോട്ടെ. അതുവരെ എന്താ പരിപാടി? പ്രദേശത്ത് നമ്മൾ നോക്കണമല്ലോ, നമ്മളെ പ്രായം, അതിന്റെ ചെറുപ്പം. അപ്പൊ ഇവിടെ വരുന്ന അവിടെ കാരണം നമ്മുടെ പ്രദേശത്ത് ഈ ഫുഡിന്റെ ഹബ്ബാണ്. ഫിഷ് അത് തന്നെ അതിപ്പം സീ ഫുഡിന്റെ ഹബ്ബാണ്. അവിടെ ചിലർ വരുന്നത് വളരെ മോശപ്പെട്ട രീതിയിൽ വരുന്നവരുണ്ട്. അപ്പൊ അവരെല്ലാം ഇന്നലെയും ഏകദേശം ഒരു 10ഓളം പിള്ളേര് അവിടെ എവിടെയെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കുക, അത് തീർക്കാൻ വരുന്ന സ്ഥലമായി കാണുകയാണ് ഇപ്പോൾ. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇമാം ഒന്ന് ഫ്രണ്ടിലേക്ക് നിങ്ങൾ മുമ്പിൽ നിന്ന് നയിക്കേണ്ടവരാണ് ഇമാമും പിതാവും. അപ്പം ഇദ്ദേഹം പറഞ്ഞല്ലോ നമ്മുടെ കൌൺസിലർ, ഞാൻ പേര് ഒന്നുകൂടി ഒന്ന് ചോദിക്കുന്നു, നിസാമുദ്ദീൻ. അപ്പൊ നിസാമുദ്ദീൻ പറഞ്ഞതുപോലെ ഈ ഇവിടെ വന്ന് വിഴിഞ്ഞത്ത് വന്ന് ഭക്ഷണം കഴിച്ചു പോകാൻ ഒരുപാട് പേർക്ക് താല്പര്യമുണ്ടെന്ന് എനിക്കറിയാം. നല്ല കുറെ ഫിഷ് ഹോട്ടലുകളുണ്ട്, സീ ഫുഡ് റെസ്റ്റോറന്റുകളുണ്ട്. ഇവിടെ വന്നൊക്കെ നിങ്ങൾ ഭക്ഷണം കഴിക്കുക. ദയവ് ചെയ്ത് ഇവിടെ അടിപിടിയും കലവിലയും ഉണ്ടാക്കാൻ വേണ്ടി വരരുത്. മറ്റ് സ്ഥലങ്ങളിലെ കുഴപ്പം ഇവിടെ വെച്ച് തീർക്കാൻ വേണ്ടി വരുന്നു എന്നാണ് നിസാമുദ്ദീൻ പറയുന്നത്. അങ്ങനെ ലഹള
കൊലയ്ക്കുള്ള ഇടമായി ഈ നാടിനെ മാറ്റരുത് എന്ന് ഈ നാട്ടുകാർക്ക് ഒരു അഭിപ്രായം കൂടിയുണ്ട്. അപ്പൊ വിഴിഞ്ഞത്ത് വരിക, നല്ല സീ ഫുഡൊക്കെ കഴിച്ചു പോവുക. എനിക്കൊപ്പം ഫാദർ നിക്കോളാസ് ഉണ്ട്, ഇമാം ഹക്കീം ഉണ്ട്, ഒപ്പം തന്നെ ഗാന്ധി മിത്ര എന്ന സംഘടനയുടെ ഭാരവാഹികളുണ്ട്. എന്താ പേര് നമ്മുടെ? പുന്നാവൂർ അശോകൻ. എന്താണ്? പുന്നാവൂർ അശോകൻ. പുന്നാവൂർ. ഓക്കെ. നമ്മുടെ പേര് സനൽ കുളത്തിങ്കൽ. സനൽ കുളത്തിങ്കൽ. ഗാന്ധി മിത്ര എന്ന് പറയുന്നത് ഇപ്പൊ എത്ര കാലമായി പ്രവർത്തിച്ചു തുടങ്ങി? 2008 മുതൽ ഞങ്ങൾ പ്രവർത്തിച്ചു. എന്തൊക്കെയാ പ്രധാനമായി ലഹരി? ഗാന്ധിയൻ ഗോപിനാഥ് സാറിന്റെ നമ്മുടെ ഈ സ്ഥാപനം രൂപം കൊള്ളണം. ഗോപിനാഥ് സാറ് 2008 ഞങ്ങൾ തുടങ്ങി. ലഹരിക്കെതിരെ അരിയൂപ്പുറം മഠത്തിൽ നിന്ന് മഠാധിപതി സാന്ദ്രാനന്ദ സ്വാമിയുടെയും ബിഷപ്പ് എന്റെയും ഇമാമിന്റെയും ഗാന്ധിമിത്ര മണ്ഡലം ആചാര്യനായ ഗോപിനാഥ് സാർ നേതൃത്വത്തിൽ രൂപം കൊണ്ട സംഘടനയാണ് ഗാന്ധിമിത്ര മണ്ഡലം. അപ്പൊ ഞങ്ങൾ അന്ന് ഇന്ന് നമ്മൾ നേരിടുന്ന ഒരു വിപത്തല്ല അന്നുണ്ടായിരുന്നത്. അന്ന് അരിയൂപ്പുറം എന്ന് പറഞ്ഞൊരു ഗ്രാമത്തില് മദ്യം വാറ്റുന്ന ഒരു സ്ഥലമായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ രൂപം കൊണ്ട സംഘടനയാണ്. ഓരോ വീടുകളിലും മദ്യം വാറ്റുന്ന ഒരു കാലഘട്ടത്തില്, വ്യവസായമായിരുന്ന കാലഘട്ടത്തിൽ ഓരോ വീട്ടിലും ക്യാമ്പയിനായിട്ട് നീണ്ടു നിൽക്കുന്ന ഒരു 6 മാസത്തെ പ്രോജക്റ്റായിട്ട് രാവിലെ ഗോപിനാഥ് സാറ്, ഞങ്ങളുടെ ചെയർമാൻ വേണുഗോപാലൻ തമ്പി, ഇമാം, ബിഷപ്പ്, അതിനോടൊപ്പം ആ സ്ഥലത്തെ പള്ളിയുടെ ഫാദർ, നാട്ടിലെ പ്രമാണികളെല്ലാം ഒരുമിച്ചുകൂടി ഓരോ വീടുകളിൽ ഡോർ ടു ഡോർ ക്യാമ്പയിൻ ആയിരുന്നു. ഇപ്പൊ എന്താ അരിയൂപ്പുറത്തിന്റെ അവസ്ഥ? ഇപ്പോ വാറ്റുന്ന കഴിഞ്ഞ 6 മാസമായി ഞങ്ങൾ അവിടെ വാറ്റ് പൂർണ്ണമായും ഒഴിവാക്കി. 100%. നോക്കൂ, അതാണ് ഒരു സംഘടന തുനിഞ്ഞിറങ്ങിയാൽ എത്രമാത്രം മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുമെന്നുള്ളതിന്റെ തെളിവാണ്. ഇപ്പൊ ഫാദർ നേരത്തെ പറയുന്നു, ഇപ്പൊ ഇടവകയാണെങ്കിലും ശരി, മസ്ജിദ് ആണെങ്കിലും ശരി, ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുടെ ഇടപെടൽ ആ സമൂഹത്തിൽ വലിയ മാറ്റം ഉണ്ടാവും. നമുക്ക് വളരെ പെട്ടെന്ന് ചില പ്രതികരണങ്ങൾ കൂടി എടുത്തുതരാം. നമസ്കാരം. നമുക്ക് ലഹരിയെ തുടച്ചു മാറ്റണ്ടേ? തീർച്ചയായിട്ടും. എന്ത് ചെയ്യാൻ പറ്റും? എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ നിയമവ്യവസ്ഥകൾ മാറണം, കുറച്ചുകൂടി കർശനമാക്കണം. അതായത് സാമൂഹിക ദ്രോഹികളായിട്ട് പ്രഖ്യാപിച്ച് സാമൂഹിക ദ്രോഹികൾക്ക് ഇന്ന് കേരളത്തിൽ കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ നല്ല ആഹാരമാണ്, അത് കുറയ്ക്കണം. ജയിലിലെ ഇവനെയൊക്കെ കൊണ്ടുപോയി ഇട്ടിട്ട് 3 നേരം കൊടുക്കുന്ന 1 നേരം ആക്കണം. ആദ്യം നിയമം അവിടെ നിന്ന് തുടങ്ങണം. രണ്ടാമത്, നമ്മൾ പിടിച്ചു കൊടുക്കുന്ന പോലീസ് എന്ത് ചെയ്യണമെന്നറിയാം, അവനെതിരെ നല്ല രീതിയിൽ ശക്തമായിട്ടുള്ള കേസെടുക്കണം. അതല്ല സ്റ്റേഷൻ ജാമ്യത്തിൽ കൊടുത്ത് വിട്ടേക്കും. സ്റ്റേഷൻ ജാമ്യമല്ല, ഒരു പുള്ളിയെ കിട്ടിയ ഉടൻ ആദ്യം വരും വക്കീലന്മാര്. എന്തിനെന്നറിയാം? പൈസയ്ക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടിയല്ല. അതായത് മയക്കുമരുന്ന് കേസിൽ ഏർപ്പെടുന്ന ആളുകളെ തെളിവോടുകൂടി പിടിച്ചാൽ അവരെ രക്ഷിക്കാൻ ഒരു സംവിധാനവും വരരുത്. അങ്ങനെ ഒരു സംവിധാനം വന്നു കഴിഞ്ഞാൽ ഇതില്ലാതാവും. ഇതിനു വേണ്ടി കൂട്ടായ്മ എന്ന് പറയുന്ന സമൂഹം അത് ഇടപെടണമെങ്കിൽ നിയമവ്യവസ്ഥകൾ മാറണം. അല്ലാതെ ആരും ഇടപെടൂല. ചേട്ടന് കണ്ണിൽ ഒരു ലഹരി കച്ചവടം നടക്കുന്നു, അല്ലെങ്കിൽ MDMA കച്ചവടം നടക്കുന്ന ഒരു സ്ഥലമുണ്ട് നിറഞ്ഞ ചേട്ടൻ എന്ത് ചെയ്യും? അവനെ പിടിച്ചകത്താകും. ഉറപ്പല്ലേ? അപ്പൊ റിപ്പോർട്ടർ TV നമ്മളൊരു നമ്പർ തരുന്നുണ്ട്. കാരണം ഇപ്പൊ ചേട്ടൻ ചിലപ്പോൾ പിടിക്കാൻ പോയി കഴിഞ്ഞാൽ ഇവൻ രാത്രി വീട്ടിൽ കയറി വേറെ പണി. എനിക്ക് വേറെ പേടിയൊന്നുമില്ല. തീർച്ചയായിട്ടും നമ്മുടെ പേര് സമൂഹത്തിന് വേണ്ടി നമ്മുടെ പേര് സത്താർ. ഓക്കെ, എനിക്ക് അങ്ങനെ പേടിയൊന്നും. ആ ചങ്കൂറ്റവും ഭയമില്ലായ്മയുമാണ് കേരളത്തിന് വേണ്ടത്. എന്തിനാണ് ഞാൻ പേടിക്കുന്നത്? എന്തിനാണ്? നാളെ എന്റെ മക്കൾ കഞ്ചാവിന് അഡിക്റ്റായ ആര് വരും? അതാണ് ഏറ്റവും പ്രധാനം. നമ്മൾ ഇന്ന് ചോദിച്ചില്ലെങ്കിൽ, പണ്ട് നമ്മുടെ നീൽസ് മുള്ളർ കവിത എഴുതിയതുപോലെ, ഇന്ന് അവർ തേടി വന്നത് ജൂതരെ തേടി വന്നു എന്ന് പറഞ്ഞു. ഏറ്റവും ഒടുവിൽ എന്നെ തേടി വന്ന സമയത്ത് ആരും ചോദിക്കാനുണ്ടായില്ല. തീർച്ചയായിട്ടും എന്റെ വീട്ടിൽ നാളെ സംഭവിക്കാം. ഇന്ന് പമ്മി ഇരിക്കുന്നവന്റെ വീട്ടിൽ ഇത് നടക്കുന്നില്ലെന്ന് ആര് പറയും? അപ്പൊ ആ നിർഭയമായി നിങ്ങൾ പോരാടുക. ഇനി ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ആശങ്കകളുടെ റിപ്പോർട്ടർ TVയുടെ ഹെൽപ്പ് ലൈൻ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം. ഞങ്ങൾ നിങ്ങളുടെ വിവരങ്ങളൊന്നും പങ്കുവെക്കില്ല. കൃത്യമായി നിങ്ങൾ പറയുന്ന വിവരം എക്സൈസിനെയും പോലീസിനെയും അറിയിക്കും. അല്ലേ? അതെ. നിയമവ്യവസ്ഥകൾക്ക് കുറച്ച് മാറ്റം വരണം. ഈ മയക്കുമരുന്ന് ഒരിക്കലും കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നതല്ല, മറ്റ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നതാണ് കേരളത്തിന് ചീത്തപ്പേരുണ്ടാക്കുന്നത്. ഇവിടെ ശക്തമായ നിയമം ഉണ്ടാകണം. പോലീസിന് പൂർണ്ണ അധികാരം കൊടുക്കണം. ഒരു മയക്കുമരുന്ന് കേസിൽ എത്രയോ കഷ്ടപ്പെട്ട് പോലീസ് പിടിച്ചുകൊണ്ടുവരുമ്പോൾ അവർ രാഷ്ട്രീയക്കാരോ മതമേധാവികളോ മതത്തിന്റെ ആളുകളോ സാമുദായികമായിട്ടോ ഇടപെട്ട് ആ പ്രതികളെ ഒഴിവാക്കുന്ന സംവിധാനം മാറണം. ഞാൻ മതത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ കാര്യം വന്നാൽ, ഫാദർ നിക്കോളാസ്, എനിക്കൊന്നു ഒരു മതമേലധ്യക്ഷന്മാരും ലഹരി കേസിൽ ഇടപെടാറില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ഇടവകയിലെ ഒരു കുഞ്ഞ്, അല്ലെങ്കിൽ പള്ളിയിലെ മസ്ജിദ് ജമാഅത്തിലെ ഒരു കുഞ്ഞ് ഇതേപോലെ ലഹരിയുടെ കച്ചവടക്കാരനായി എന്ന് നിങ്ങൾ അറിഞ്ഞാൽ ഇടവക എന്തു ചെയ്യും? അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം നിയമ നടപടികൾക്ക് തന്നെ അവരെ വിധേയമാക്കണം. ഒരു കാരണവശാലും അവരെ സഹായിക്കാൻ നിൽക്കില്ലല്ലോ നമ്മൾ. ഒരു കാരണവശാലും ഇല്ല. അതിലൊരു വിഷയം പറയാനുള്ളത്, ഒരു സംവിധാനത്തിന് പ്രത്യേകിച്ച് ഈ പറയുന്ന തൊഴിൽ മേഖലയിൽ നിൽക്കുന്ന ഒരു ദുഷ്യപ്രവണതയാണ് മദ്യപാനം. പക്ഷെ അവരെ പിടിക്കുമ്പോ മദ്യപാനത്തെ നമ്മൾ വിട്ടു. കാര്യം അത് ഓവറായി വരുമ്പോഴേ ഉള്ളൂ പ്രശ്നം. പറയാനുണ്ട്,
അപ്പൊ അവരെ പിടിക്കുമ്പോൾ അവിടെ സംഘർഷാവസ്ഥ വരുന്ന രീതിക്ക് പോലീസ് കൈകാര്യം ചെയ്യാൻ പാടില്ല. അവരെ മൃഗീയമായി നമ്മൾ MDMA പോലെ, ബ്രൗൺ ഷുഗർ പോലെ, കൊക്കൈൻ പോലെ, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ലഹരി വസ്തുക്കൾ പോലെ കച്ചവടം ചെയ്യുന്ന ഒരാളെ നമ്മൾ കണ്ട് തെളിവുകൾ കിട്ടിയാൽ അവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നിയമ സംവിധാനം മാറണം. ഇപ്പൊ CA ആയാലും SA ആയാലും പറയുന്ന വെച്ചാൽ ഞങ്ങൾക്ക് ഇത് ഇത്ര ഗ്രാം വന്നാൽ ഞങ്ങൾക്ക് ഇവർ ജാമ്യം കൊടുക്കേണ്ട വകുപ്പുണ്ട്, അല്ലെ കൊടുത്തില്ല ഞങ്ങൾക്കെതിരെ അവർ പോയാൽ ഞങ്ങൾ സമ്മാനം പറയേണ്ടി വരും. അപ്പൊ നിയമവ്യവസ്ഥ മാറണം. അതാണ് അപ്പം ഇടവകയിലെ നമ്മൾ പ്രതികരണം കേട്ടല്ലോ. ഒരു കാരണവശാലും ഫാദർ ആണെങ്കിലും ശരി, ഇടവകയിലെ ഒരാളാണെങ്കിലും ശരി, അത്തരം ലഹരി കച്ചവടം നടത്തുന്ന ഒരാളെയും സഹായിക്കാൻ പറ്റില്ല. ഇല്ല, പാടില്ല. ആരും അങ്ങനെ പോകാറില്ല. അത് നമ്മൾ അനുവദിക്കുകയില്ല. എന്താണ് അങ്ങനെ ഒരു വിവരം കിട്ടിയാൽ ജമാഅത്തയുടെ നടപടി എന്തായാലും? തീർച്ചയായും ശക്തമായ ഒരു ശിക്ഷ നടപടി കൊണ്ടുവരണം അവർക്കെതിരെ. എന്നാൽ പിന്നെ ഭാവിയിൽ പിന്നെ അത് ചെയ്യാനുള്ള ഒരു മനസ്സ് വരൂല. നടപടി ശിക്ഷയുടെ കുറവാണ് ഇതിനൊക്കെ ഒരു കാരണമായിട്ട് കാണുന്നത്. കാരണം ഇന്ന് പിടിക്കപ്പെട്ട നാളെ തന്നെ ജാമ്യത്തിൽ ഇറങ്ങാണ്. വീണ്ടും അത് പിന്നെ ആ ഒരു ലഹരിയിലേക്ക് വീണ്ടും പോവുകയാണ്. അപ്പൊ അതിനൊരു മാറ്റം വന്നാൽ തന്നെ ഈ കേരളത്തിൽ തുടച്ചു നീക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളത് തന്നെയാണ്. എനിക്കൊന്ന് ബാക്കി വളരെ പെട്ടെന്ന് 2 പ്രതികരണം കൂടി ഞാനൊന്ന് എടുക്കാം. ഒന്ന്, ജമാഅത്തും ഇടവയും ഒന്ന് സംയുക്തമായിട്ട് നടത്തുകയാണ്. ഞങ്ങൾ ഒറ്റക്കെട്ടായി തന്നെ പോകുന്നു. അപ്പൊ ഈ ഇടയ്ക്ക് ഒരു 2-6 മാസത്തിന് മുമ്പ് ഇപ്പൊ നമ്മളെ ജമാഅത്തിൽപ്പെട്ട പയ്യന്മാര് തന്നെ, നമ്മളെ ജമാഅത്തിൽപ്പെട്ട പയ്യന്മാരെ നമ്മളെ CA വിളിച്ചു പറഞ്ഞിട്ട് CA പറഞ്ഞ് പ്രസിഡന്റ് റൂട്ട് കാണിച്ചു തന്നാൽ മതി. രാത്രി 8:30 മണിക്ക് ശേഷമാണ്. അതായത് CA മുന്നിലോടെയാണ്, ഞാൻ പിന്നിലോടെയാണ്. അവരെ ഇന്ന് അറസ്റ്റ് ചെയ്ത് പോസ്കോ കേസിൽ പിടിച്ചിട്ടിരിക്കുകയാണ് നമ്മളെ പ്രദേശത്തുണ്ട്. ഇത് ഞങ്ങള് ജമാഅത്ത് ആരെയും ശരി ഒരൊറ്റ എണ്ണത്തിന് ഇനി സപ്പോർട്ട് ചെയ്യും. അതാണ് ഏറ്റവും പ്രധാനം. അപ്പൊ ഇടവക സപ്പോർട്ട് ചെയ്യില്ല, ജമാഅത്തെ സപ്പോർട്ട് ചെയ്യില്ല, ഇനി ഹിന്ദുമത സംഘടന ആണെങ്കിൽ അവരും സപ്പോർട്ട് ചെയ്യില്ല. അപ്പോൾ സാമൂഹ്യ വിരുദ്ധരായി നിങ്ങൾ പ്രഖ്യാപിക്കും. ചേച്ചി വന്നാട്ടെ, നമസ്കാരം. രാവിലെ ചായ ഒക്കെ കുടിച്ചോ? ചായ കുടിച്ചോ? ഇല്ല. ചായ കുടിക്കാൻ പോകുന്നേ ഉള്ളൂ. പള്ളി വന്നിട്ട് ഇനി പള്ളിയിൽ നിന്ന് പോയി ചായ ഒക്കെ കുടിച്ചു. പള്ളിയിൽ നിന്ന് വരുന്നിട്ടുണ്ട്. പള്ളിയിൽ വന്നിട്ടേ ഉള്ളൂ അല്ലേ? അപ്പൊ ഞങ്ങളിപ്പോ ഇന്ന് ഇറങ്ങിയത് എന്തിനാണെന്നറിയാമോ? ഈ ആൾക്കാർ ലഹരി ഉപയോഗിക്കുന്ന ചെറുപ്പക്കാരുടെ എണ്ണം, കുട്ടികളുടെ എണ്ണം ഒക്കെ കൂടുന്നു. നമ്മളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? അതെല്ലാം നിർത്തണം. ഒരുമിച്ചുണ്ടാവൂലേ? ഒരുമിച്ച്. ചേച്ചിയുടെ ശ്രദ്ധയിൽ പ്രായമുള്ളവളല്ലേ, ചെറുപ്പക്കാരും എല്ലാരും കൂടി പ്രായമൊന്നും ആയിട്ടില്ല. നിർത്തണം. ഇത് തന്നെ ഉള്ളു. അത്രേ ഉള്ളൂ. നാട് നല്ലാവണം. നാട് നന്നാവണം. ശുദ്ധിയായിട്ട് നടക്കണം. പെണ്ണുങ്ങളെ ആണുങ്ങളെ നല്ല വഴിപോക്ക് എല്ലാം നല്ലതായിട്ട്. കുട്ടികൾ ഇന്ന് 5 വയസ്സായ കുട്ടികളെ ആക്രമിക്കണം. അതൊന്നും വരരുത്. അതരുത്. ഓക്കെ. അപ്പോൾ ഞാൻ ഇവിടുത്തെ DIFIയുടെ ഒരു പ്രതിനിധിയാണ്. DIFI ലഹരിക്കെതിരായി വലിയ കാഴ്ചപ്പാടോടുകൂടിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ നമ്മൾ വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ആദ്യഘട്ടം എന്ന രീതിയിൽ ജാഗ്രതാ സമിതി നമ്മുടെ പ്രദേശത്തെ പ്രഗത്ഭരായിട്ടുള്ള ആളുകളെയും അതോടൊപ്പം തന്നെ ജനപ്രതിനിധികളെയും അണിനിരത്തിക്കൊണ്ട് ജാഗ്രതാ സമിതികൾ മേഖലാ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ജാഗ്രതാ സമിതികൾ രൂപീകരിക്കുക എന്നുള്ളത്.